വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. രാവിലെ അപ്പതേ ഞാൻ ഉള്ളി ഒന്ന് വറുത്തെടുത്തിട്ട് ഒരു ഉപ്മാവ് ഉണ്ടാക്കുക കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമല്ലേ ഉപ്മാവ്. അപ്പോൾ ജസ്റ്റ് ഉള്ളിയിലൊന്ന് റവ വറുത്തെടുത്തിട്ട് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു ഞാൻ ഇങ്ങനെ ഉപ്മാവ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മുടെ വറ്റൽമുളകും കൊടുകും ഒക്കെ ഇട്ടൊന്ന് വറുത്തിട്ടാണ്. എന്നിട്ടൊരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം ലോ ഫ്ലെയിമിൽ. എന്നിട്ട് കുറച്ചും കൂടെ ഒന്ന് തീ ഓഫ് ചെയ്ത് വെയിറ്റ് ചെയ്തിട്ട് തുറന്ന് ഇളക്കി എടുക്കാം. അപ്പോൾ ഒരാക്കി പോകുന്നതിന് മുന്നേ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു ഉപ്മാവാണ്. സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ. സിമ്പിൾ. നമ്മുടെ സവാള മാത്രം നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം, കഴിക്കുകയും ചെയ്യാം. രാഖിക്ക് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ രാഖിക്ക് കുറച്ച് എടുത്തതേ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ആഗോള പ്രോബ്ലം ആണല്ലോ കുക്കിംഗ് ഗ്യാസ്. നമ്മുടെ ഗ്യാസ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എന്തായാലും ഒരു സിലിണ്ടർ ഫുള്ള് പൊട്ടിക്കാതിരിപ്പുണ്ട്. ഇപ്പോൾ ഉപയോഗിക്കുന്നത് എപ്പോൾ തീരുമെന്നും അറിയത്തില്ല. ഇൻഡക്ഷൻ കുക്ക് ടോപ്പൊക്കെ ഉണ്ടെങ്കിലും ഗ്യാസിന് ഗ്യാസ് തന്നെ വേണമെന്നേ. ഒരു ടേസ്റ്റ് എപ്പോഴും നമ്മൾ ഗ്യാസിൽ കുക്ക് ചെയ്യുമ്പോഴല്ലേ. ഇവിടെ ഗ്യാസ് സപ്ലൈ ഒക്കെ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ നമ്മുടെ ഈ ഗ്രാമങ്ങളിലൊക്കെ. നമ്മുടെ ലഞ്ചിന് ഞാനിന്ന് കംപ്ലീറ്റ് ഒരു തനി നാടൻ ഡേ ആക്കി വെച്ചേക്കാം. രാവിലെ ഉപ്മാവ് സിമ്പിൾ, നമ്മുടെ നാടൻ ഉപ്മാവല്ലേ. ഇതിപ്പോൾ ഞാൻ വെണ്ടയ്ക്ക കൊണ്ട് ഒരു മോരുകറി പോലെ ഉണ്ടാക്കുകയാണ്. സിമ്പിളായിട്ടുള്ളൊരു മോരുകറിയെ കാട്ടിയും വെണ്ടയ്ക്ക ഇട്ടാൽ എപ്പോഴും ഒരേ രീതിയിൽ വേണ്ടല്ലോ മോരുകറി. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ ഏത്തപ്പഴത്തിൻ്റെ കാണിച്ചിട്ടില്ല. ഇത് വെണ്ടയ്ക്കയാണ്. ജസ്റ്റ് വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയിട്ട് തേങ്ങയും ജീരകം അരച്ച് ഒഴിച്ച് പച്ചകെടുത്തി അതിലേക്ക് ഞാൻ വീട്ടിലുണ്ടാക്കിയത് തന്നെ തൈര്, അതിൽ കുറച്ച് ലൂസ് മോര് പോലെ അതും കൂടെ ഒഴിച്ചിട്ട് റെഡിയാക്കി. കൂടെ ഞാനൊരു ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കുകയാണ്. അതിന് കടുവും മുളകും ഒക്കെ വറുത്ത്, എല്ലാം വെളിച്ചെണ്ണയില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെളിച്ചെണ്ണ ഇരിപ്പുണ്ടായിരുന്നല്ലോ. അതിലേക്ക് ക്യാബേജും കൂടെ തട്ടിയിട്ട് ഒന്ന് പച്ച കെടുത്തിയിട്ട് തേങ്ങയും അതിനകത്ത് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ജീരകവും ഒന്ന് ചതച്ച് ആവി കയറി വെന്തതിന് ശേഷം തുറന്ന് വീണ്ടും ചിക്കിയെടുക്കാം. നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള ക്യാബേജ് തോരൻ ഞാൻ വളരെ റെയറാണ് ഈ നാടൻ സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന എല്ലാം ഇങ്ങനെ. ഇത് ബീട്രൂട്ട് ആൻഡ് ക്യാരറ്റ് മെഴുക്ക് പുരട്ടിയാണ്. ഇത് ഞാൻ ഡെയിലി എടുക്കുന്നൊരു സംഭവം കേട്ടോ. നമ്മുടെ ABC ജ്യൂസ് എന്ന് പറയുന്ന പോലെ ഈ ബീട്രൂട്ടും ക്യാരറ്റും ഡെയിലി കുറച്ച് കഴിച്ചാൽ നമുക്ക് എപ്പോഴും നല്ലതല്ലേ. അപ്പം ഞാനതും ഒന്ന് ചിക്കി വെച്ചു. നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ്, ഗ്യാസ് കിട്ടുന്നുണ്ടോ? അമ്മയും പറഞ്ഞു അവിടെ എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന്. ഇവിടെ പക്ഷെ നമുക്ക് വിളിച്ചിട്ടും കിട്ടത്തില്ല കേട്ടോ. അവർ പറഞ്ഞു അറിയിപ്പ് വരെ നമുക്ക് ഗ്യാസ് തരത്തില്ല എന്ന് തന്നെ പറഞ്ഞു ഇവിടുത്തെ ഗ്യാസ് ഏജൻസിന്ന്. ആ ഒരു വിഷമമുണ്ട്. ഇവിടെ ഗ്രാമങ്ങളിലൊക്കെ അടുപ്പ് അവർ ചൂടുന്നുണ്ട്, അവർക്ക് പ്രശ്നം വരത്തില്ല. നമുക്കൊക്കെയാണ് ബുദ്ധിമുട്ട് വരുന്നത്. ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് തന്നെ ശരണം. നമ്മുടെ ലഞ്ച് ചോറ്, ബീട്രൂട്ടും ക്യാരറ്റും കൂടെ മെഴുക്ക് പുരട്ടി, ക്യാബേജ് തോരൻ, വെണ്ടയ്ക്ക പുളിശ്ശേരി എന്ന് പറയാം. മഞ്ഞപ്പൊടി ചേർത്തില്ല കേട്ടോ. ഞാൻ പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട്. കുറച്ച് എരിവൊക്കെ ഉണ്ട്. നല്ല എരിവുള്ള പച്ചമുളകായിരുന്നു എൻ്റെ. ഒരു വെറൈറ്റി ആയിക്കോട്ടെ നമ്മുടെ പുളിശ്ശേരി എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു നാടൻ ഡേയും നാടൻ ലഞ്ചും. അങ്കുവിൻ്റെ കൈയുടെ പ്ലാസ്റ്റർ ഊരാൻ വേണ്ടി ഈ വെള്ളിയാഴ്ച പോകണം കേട്ടോ. 3 ആഴ്ചയായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ വെള്ളിയാഴ്ച ചെന്നിട്ട് ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് എന്താണെന്ന് പറയും. അതിൻ്റെ ഒരു ടെൻഷനും കൂടെ ഉണ്ട്. ഒന്നുമില്ലാതെ റെഡിയായാൽ മതിയായിരുന്നു എന്ന് ഞാൻ ആലോചിക്കും. അവന് വേറെ വേദനയും കാര്യങ്ങളും ഒന്നും ഇല്ല. ആ പൊട്ടലുണ്ടെന്ന് ആ എക്സ്റേയിൽ കാണിച്ചു. അതൊക്കെ ഒന്ന് റെഡിയായി ദൈവം രക്ഷപ്പെടുത്തട്ടെ. ഞാനിപ്പോൾ നടന്നു പോകുന്നത് ഒന്ന് ത്രെഡ് ചെയ്യാനാട്ടോ, പുരുക എടുക്കാനാണ്. നമ്മുടെ ഗസ്റ്റ് ഹൗസ്, ശർമാജിയുടെ കട, ബാക്കിയുള്ള കടകൾ, തേപ്പുകാരൻ്റെ കട ഈ പുറവിൽ തന്നെ ഉണ്ട് കേട്ടോ. ആ കിടക്കുന്ന വണ്ടിയാണ് നമ്മുടെ തേക്കുന്ന തുണിയൊക്കെ കൊണ്ടുവന്ന വണ്ടി. അപ്പോൾ ഈ റൂമാണ് പുള്ളിക്കാരൻ്റെ. നമ്മുടെ തേപ്പ് വണ്ടിയൊക്കെ കിടപ്പുണ്ട്. ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് നമ്മുടെ ബ്യൂട്ടി പാർലർ. അതിനോട് ചേർന്നാണ് ശർമാജിയുടെ കട. അങ്ങനെ പിന്നെ കോമൺ ആയിട്ട് ഇവിടെ ഒരു ടോയ്ലറ്റ് വാഷ്റൂം ഉണ്ട്. ഇവിടെ ഉള്ള ലേബേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയോ കുറേ കൂളിംഗ് വാട്ടർ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ബ്യൂട്ടീഷ്യൻ്റെ അടുത്തെത്തി. കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ഉള്ളവർ കൂടുതൽ ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. എങ്കിലും എനിക്കിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനങ്ങനെ ഓരോന്ന് വീഡിയോ എടുക്കും. പിന്നെ കുഞ്ഞു ക്ലിപ്പുകളൊക്കെ ഞാൻ എടുക്കും. ഒരുവിധപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വലിയ ഹൈഫൈ സെറ്റപ്പ് ഒന്നും അല്ലെങ്കിലും സംഭവങ്ങളൊക്കെ കുറേ ഇവിടെ ഉണ്ട്. അത് മാത്രമല്ല നല്ല മൂവിങ്ങോ ഇവിടെ ഉള്ളവർ തന്നെ വാങ്ങും. അത് ഞാനും വാങ്ങാറുണ്ടേ. കമ്മലൊക്കെ കണ്ടോ, വലിയ കമ്മലുകൾ. സാരിയൊക്കെ കൊടുക്കുന്നവർക്ക് ഒത്തിരി നല്ല കമ്മലുകളും വലിയ വിലയൊന്നും ഇല്ല കേട്ടോ. എൻ്റെ അനിയത്തി സാരിയും കാര്യങ്ങൾ കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇടും. അല്ലെങ്കിൽ അവൾ സൂട്ടിലൂടെയും കുർത്തയിലൂടെയൊക്കെ അവൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവൾക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടമാണ്. ഞാനങ്ങനെ വലിയ രീതിയിൽ ഒരുങ്ങി നമ്മൾ അങ്ങനെ പോകുന്ന സ്ഥലത്തല്ലേ ഇങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് ഇടാൻ തോന്നുള്ളൂ. അതായത് നമ്മൾ പെട്ടെന്ന് ഓടി പോകുന്ന സ്ഥലത്ത് നമുക്ക് തോന്നുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പുള്ളിക്കാരി എല്ലാം പറക്കിയിട്ട് കാണിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് വീഡിയോ ഒക്കെ എടുക്കാം. ഞാൻ പറഞ്ഞല്ലോ പുള്ളിക്കാരിയുടെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. കമ്മലിൻ്റെ മാത്രമല്ല മാല നമ്മൾ പറയുന്നതിനനുസരിച്ച് കൊണ്ടുവരും. അങ്ങനെ വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഒരു 70 രൂപ മുതൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. ഈ വലിയ കമ്മലുകൾക്കൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 250-350 മാക്സിമം അത്ര റേഞ്ചിൽ നമുക്ക് കമ്മലും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. ഒരുവിധം നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഉള്ളവരൊക്കെ കുറേ ഇട്ടുകൊണ്ട് കിടക്കുന്ന കാണാം. ഞാൻ എന്തായാലും റെഡി ചെയ്യാൻ പോകണം. പിന്നെ എനിക്ക് ക്ലിപ്പ് വാങ്ങണം തലയിലിടുന്നത്. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്.
ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. നമ്മുടെ അണ്ടർ ഗാർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല കേട്ടോ, നല്ല ഒരുവിധം നമുക്ക് പെട്ടെന്ന് ഡെയിലി യൂസിന് പറ്റുന്ന അതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നമ്മുടെ ശർമാജിയുടെ കടയിൽ വന്നിട്ട് അങ്കൂന് ക്രോസൻറ്റ് വാങ്ങണമെന്ന് പറഞ്ഞു. പക്ഷേ ക്രോസൻറ്റ് കിട്ടിയില്ല, പകരം ഞാൻ ആപ്പിളും സ്ട്രോബെറിയും വാങ്ങിച്ചു. സ്ട്രോബെറി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അത് വാങ്ങിച്ചിട്ട് ഇതായിരുന്നു നമ്മുടെ ബ്യൂട്ടി പാർലർ. ഇനി നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ബൊഗെയിൻവില്ലയുടെ നല്ല ആർച്ച് പോലത്തെ ഗാർഡൻ ഉണ്ട്. അത് എന്ത് ഭംഗിയാണെന്നറിയാം. ഇപ്പോൾ സീസണാണെന്ന് തോന്നുന്നു, നിറച്ച് പൂത്ത് നിൽക്കുക. പിന്നെ ഒരുപാട് പൂക്കളുണ്ട്. നമ്മുടെ വീടിൻ്റെ ചുറ്റും പൂക്കളാണ്. ഞാൻ നേരത്തെയും കാണിച്ചിട്ടുണ്ടല്ലോ, ഇഷ്ടം പോലെ പല രീതിയിലുള്ള പൂക്കളാണ്. ഒരു മാസത്തോളം ഇങ്ങനെ തന്നെ നിൽക്കും. പക്ഷേ ബൊഗെയിൻവില്ല കുറച്ചധികം നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ തിത്തിരി പക്ഷി, അതിൻ്റെയും സമയമാണ് മുട്ടയും കൂടുമൊക്കെ കൂട്ടുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മുട്ടയൊക്കെ ഇട്ടിരിക്കുന്നത് കാണിച്ചില്ലേ, നമ്മുടെ കിച്ചൺ ബാൽക്കണിയുടെ പുറത്ത് ബാക്കിലായിട്ട്. പുതിയ പൂക്കളൊക്കെ കണ്ടോ? ഇതൊക്കെ ഒരു സെക്ഷനാണ്, കുറേ വേറെ ഉണ്ട്. ഞാൻ മെല്ലെ മെല്ലെ അത് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ടൗൺഷിപ്പിലെ വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലോറീസക്കാരുടെ ഒരു നോൺ വെജിൻ്റെ സെക്ഷനുള്ള അവിടെ നിന്ന് എഗ് ചൗമീനാണ് അങ്കൂന് സ്നാക്കായിട്ടൊന്ന് കഴിക്കട്ടെന്ന് വെച്ചു. പിന്നെ അല്ലാതെ ഞാൻ ആപ്പിളും സ്ട്രോബെറിയും വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അതിന് സ്ട്രോബെറിയുടെ 3 പാക്കറ്റ്, സ്ട്രോബെറിക്ക് ഒരു പാക്കറ്റ് 40 രൂപ. ഇവിടുത്തെ ലോക്കൽ സ്ട്രോബെറിയാണ്, ഹൈഫൈ ക്വാളിറ്റി ഒന്നും ഇല്ല, എങ്കിലും സംഭവം കുഴപ്പമില്ല, വലിയ പുളിയൊന്നുമില്ല. പുളിയൊക്കെ ഉണ്ട്, സ്ട്രോബെറിയുടെ പുളി ഉണ്ട്. എന്തായാലും കാണാനുള്ള ഭംഗിയാണ്, കഴിക്കുമ്പോൾ പുളി തന്നെയാണ്. എങ്കിലും അങ്കൂന് ഇഷ്ടമായതുകൊണ്ട് ഞാനത് നന്നായിട്ട് ആദ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം നമുക്ക് കുറേ ഉപ്പ് ഇട്ടിട്ട് വീണ്ടും വെള്ളം ഒഴിച്ച് വെക്കാം കേട്ടോ. അതൊരു അരമണിക്കൂറെങ്കിലും വെച്ചിട്ട് വീണ്ടും നന്നായിട്ട് കഴുകിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. കാരണം ഈ സ്ട്രോബെറിയിൽ നല്ല അഴുക്കും പാറുകാലി എന്ന് പറയുന്നത് എന്താ നിങ്ങൾ പറയുക, സെൻറ്റിപ്പീഡ് ഇല്ല, അതൊക്കെ ഇരിക്കുന്ന സംഭവമാണ്. ഇപ്പോൾ ഇവിടെ കിട്ടുന്ന ആപ്പിൾ അടിപൊളിയാണ് കേട്ടോ. 1 കിലോ 200 രൂപയാണ്. പക്ഷെ നല്ല ക്വാളിറ്റി, നല്ല ടേസ്റ്റി, മധുരമുള്ള ആപ്പിളാണ്. ഞാൻ കുറച്ച് വൈറ്റ് പീസ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. രാത്രി നമുക്ക് നാടൻ സ്റ്റൈലിലൊരു വൈറ്റ് പീസ് മസാല ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ കുക്കർ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് പെരിഞ്ചീരകം ആദ്യം പൊട്ടിച്ചിട്ട് സവാളയും പച്ചമുളകും ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് അതിലേക്കിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നാടൻ ഫ്ലേവറിന് വേണ്ടി വെളിച്ചെണ്ണയും കരിവേപ്പിലയും മസ്റ്റാണല്ലോ. അപ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് ഉണ്ടാക്കുന്നത്. കരിവേപ്പിലയും ഞാൻ വരുന്ന വഴി കുറച്ച് പൊട്ടിച്ചുകൊണ്ട് വന്നു. കരിവേപ്പിലയൊക്കെ മുട്ടിയിട്ട് വരുന്നേ ഉള്ളൂ, എന്താ കുഞ്ഞു ഇലയായിട്ട് വരുന്നേ ഉള്ളൂ. അതൊന്ന് വഴറ്റിയിട്ട് പിന്നെ തക്കാളിയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. തേങ്ങയും ജീരകവും അരച്ച് വെച്ചിട്ടുണ്ട്, പെരിഞ്ചീരകവും തേങ്ങയും പെരിഞ്ചീരകവും കേട്ടോ. എന്നിട്ട് പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടു. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് മീറ്റ് മസാലയും കൂടെ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ തേങ്ങയും പെരിഞ്ചീരകവും അരച്ച ആ ഒരു തേങ്ങ ഒഴിക്കുമ്പോൾ തന്നെ നമ്മുടെ നാടൻ ടേസ്റ്റ് വരുമല്ലോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലൊരു മണം കേട്ടോ, വേറൊരു മണം. ഞാൻ എപ്പോഴും നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണല്ലോ വെക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ വൈറ്റ് പീസ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കുറച്ച് വെള്ളം കൂടെ ആ തേങ്ങ അരച്ചതിനകത്തോട്ട് മിക്സ് ചെയ്ത് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 5-6 വിസിൽ കൊടുക്കാം. കാരണം നമ്മൾ വേറെ വൈറ്റ് പീസ് വേവിച്ചിട്ടില്ലല്ലോ. പക്ഷെ നന്നായിട്ട് കുതിർന്നതാണ്. എന്നിട്ട് ആവി മാറി തുറന്നിട്ട് ഇതേ കുറുക്കിയെടുക്കാം. അടിപൊളി നമ്മുടെ നാട്ടിലെ വൈറ്റ് പീസ് മസാല റെഡി. കൂടെ ചപ്പാത്തിയാണ്, നെയ്യ് തേച്ച് തടവി എടുക്കുന്ന നമ്മുടെ നാടൻ ചപ്പാത്തി. ഞാൻ അങ്ങനെ ഫുൾക്കെ ഉണ്ടാക്കാറേ ഇല്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു ദിവസത്തെ വിശേഷങ്ങൾ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.